ഒരു സാധ്യതയില്ലാത്തപ്പോഴും ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് റിസ്ക് എന്ന് പറയുന്ന കാര്യം. ഏറ്റവും പ്രയാസമുള്ള കാര്യം, ഒരു സാധ്യതയില്ലാത്ത സമയത്ത് ദൈവം പറയുന്ന കാര്യം അത് നടക്കുമെന്ന് അംഗീകരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 45-ാം വാക്യത്തിന് ഈ സക്കറിയാവിന്റെ ഭാര്യ എലിസബത്ത് മറിയോട് യേശുവിന്റെ അമ്മയെ മറിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നീ അത് വിശ്വസിച്ചു, നീ ഭാഗ്യവതി. എളുപ്പമല്ല. സക്കറിയാവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സക്കറിയാവിന് വിശ്വാസം വന്നില്ല. അത്രയും വചനം അറിയാവുന്ന സക്കറിയാവും, പ്രായവും പക്വതയും പരിജ്ഞാനമുള്ള സക്കറിയാവിന് ദൈവം ദൂത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മറിയയോട് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് വിശ്വസിച്ചു. ഇവിടെ എലിസബത്ത് പറയുക, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി വരുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, നമ്മോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഈ ദൂതാണ് ഇന്ന് പറയുന്നത്. നിങ്ങളോട് കർത്താവ് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ, അത് കർത്താവല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നറിയാമോ? അത് പറഞ്ഞത് കർത്താവാ. കർത്താവ് പറഞ്ഞതുകൊണ്ട് നടക്കും. കർത്താവ് പറഞ്ഞതുകൊണ്ട് നടക്കും. അത് എത്ര പ്രതിബന്ധം ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞാലേ നടക്കും. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേ, കർത്താവ് പറഞ്ഞതാണെങ്കിൽ നടക്കും. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ നടക്കും എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. കർത്താവ് പറഞ്ഞതെല്ലാം നടന്നിരിക്കും. ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ ലാസർ മരിച്ച് 4 ദിവസമായി അടക്കം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം മാർത്ത പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് യേശു കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മാർത്ത പറഞ്ഞു, നാറ്റം വെച്ചിരിക്കുക, 4 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. അത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഓ, ഈ ദൂത ഈ പറഞ്ഞില്ലയോ എന്ന് പറയണമെങ്കിൽ ഇന്ന് എന്നോടും നിങ്ങളോടും നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലയോ? നീ വിശ്വസിച്ചാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരിക്കൽ ദൈവം ഈ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യം ദൂത് പറഞ്ഞതിലും വേസ്റ്റായി അല്ലെങ്കിൽ വഷളായി മാറി ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ നമുക്ക് വിശ്വാസം കുറഞ്ഞു. ആദ്യം പറഞ്ഞപ്പം ചീഞ്ഞു നാറ്റം വെച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു, ഇപ്പൊ നാറ്റം വെച്ചു. ഇനി നടക്കുകയല്ലോ. ഞാൻ വീണ്ടും പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം ചെയ്ത ദൈവം, ആ ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. നമ്മുടെ സാഹചര്യം പലതും മാറിയേക്കാം, ഇന്ന് കൂടുതൽ വഷളായേക്കാം പ്രതിസന്ധികൾ, പക്ഷേ ദൈവത്തിന് മാറ്റമില്ല. അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവമാണ് ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രവാചകന്മാരോട് കൂടെ വാഗ്ദത്തം നിവർത്തിക്കാനായി കൂടെ ഇരുന്ന ദൈവമാണ് ഇന്നും നമ്മുടെ കൂടെ ഇരിക്കുന്നത്. വാക്ക് പറഞ്ഞ ദൈവം മാറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത്ഭുതം കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിടുതലുണ്ടായേ പറ്റുള്ളൂ, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ അവിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ, എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ. കർത്താവ് നമ്മുടെ സംശയങ്ങളെല്ലാം മാറ്റി ഒരു വലിയ വിശ്വാസം നമുക്ക് നൽകി തരട്ടെ. ഹല്ലേലൂയ. നഥനയേൽ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന സമയത്ത് യേശു അവനെ കുറിച്ചൊരു ദൂത് പറഞ്ഞു. ഫിലിപ്പോസ് നിന്നെ വിളിക്കാൻ വരുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിലല്ലേ ഇരുന്നത്? ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ നേരത്തെ ഇരുന്ന അത്തിയുടെ കീഴിലല്ലേ? അയ്യോ, നീ പ്രവാചകൻ. യേശുവിനോട് പറഞ്ഞു, നഥനയേൽ പറയാ, നീ പ്രവാചകൻ. അപ്പോൾ യോഹന്നാൻ 1:50 എഴുതിയിരിക്കുക, യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? പക്ഷെ നീ ഇതിലും വലുത് കാണും. ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നു, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊക്കെ നീ കാണുമെന്ന്, മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് വരുന്നതും പോകുന്നതൊക്കെ കാണുമെന്നൊരു ദൂത് പറയാം. എന്താ പറയുന്നറിയാമോ? ദൈവത്തിന്റെ ആലോചനയെ വിശ്വസിക്കാൻ തയ്യാറായാൽ വലുത് ദൈവം നമ്മെ കാണിക്കും, വലിയ വെളിപ്പാടുകൾ തരും, വലിയ ദർശനം തരും. വിശ്വാസത്തിന്റെ ആഴം ഒന്ന് വർദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞൊരു വാക്ക് ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആരൊക്കെ കർത്താവ് പറഞ്ഞ വചനം വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുക. അതൊന്ന് ആ വചനം നിവർത്തിക്കാനായിട്ട് വിശ്വാസമുള്ളവന് വേണ്ടി ശക്തി വ്യാപരിക്കും.
ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, നമ്മിലും വ്യാപരിക്കും, സഭയിലും വ്യാപരിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ ഇനി മറിയ പറഞ്ഞൊരു വാക്ക് കൂടെ ചേർത്ത് ഞാൻ പറയാം. ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ മറിയോട് പറഞ്ഞു, നീ ഗർഭവതിയാകാൻ പോവുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടാൻ പോവുകയാണ്, വിശുദ്ധ പ്രജ ഉണ്ടാകാൻ പോവുകയാണ്. ഉടനെ അവൾ ഒരു വാക്ക് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ലൂക്കോസ് 1:38. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ അവൾ കൺസീവ് ആകുകയാണ്, അവളുടെ ശരീരത്തിൽ അറിയുകയാണ്. 6-ാം മാസം, അത് പറഞ്ഞിട്ട് 6-ാം മാസമാണ് ഈ എലിസബത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. എപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോൾ നാം അത്ഭുതം അനുഭവിക്കും. ശരീരത്തിലാണെങ്കിൽ ശരീരത്തിൽ, മറ്റു ഭൗതിക മേഖലയാണെങ്കിൽ ഭൗതിക മേഖലകളിൽ ദൈവ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നൊരു ദൂതൂടെ പറഞ്ഞപ്പോൾ അവളത് വിശ്വസിച്ചു. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോഴും ഇതാണ് പറയാനുള്ളത്. കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. നിങ്ങൾ വിശ്വസിക്ക്, കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ കുറഞ്ഞിട്ടില്ല, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ മാറിയിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കും. ഈ അബ്രഹാമിനോട് ദൈവം ഒരു ദൂത് പറഞ്ഞപ്പോൾ, അബ്രഹാമിന്റെ ഈ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വിശ്വസിക്കാൻ സാധ്യതയില്ലായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് നന്മകളൊക്കെ നൽകിയപ്പോഴും എനിക്കൊരു തലമുറയില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പ്രതിഫലമാണ്. നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, എണ്ണിക്കൂടാതെ വണ്ണം നിനക്ക് ഞാൻ തലമുറകളെ തരും. അത്രയും ദൈവം പറഞ്ഞപ്പോഴത്തേക്കും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അത് നീതിയായി കണക്കിട്ടു. വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. കർത്താവ് അത് ചെയ്യും. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു, നിന്റെ അത്ഭുതം നടക്കട്ടെ. എന്റെ ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല, എന്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് കർത്താവ് സകലം സാധ്യമാക്കുന്നവനാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ പറയുന്നത്, യഹോവേ, നീ നീട്ടിയ ഭുജം കൊണ്ടും നിന്റെ മഹാശക്തി കൊണ്ട് നീ ഭൂമിയും ആകാശത്തെ നിർമ്മിച്ചു, നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയ കർത്താവെ, ഈ വചനം കേൾക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണമേ കർത്താവെ. എവിടെയാണ് കർത്താവെ തടസ്സം നിൽക്കുന്നത്? എവിടെയാണ് പ്രതിബന്ധം നിൽക്കുന്നത്? നിനക്കൊരു കാര്യം അസാധ്യമല്ല. നീ തുറന്നാൽ അത് തുറന്നതാ, നീ അടച്ചാൽ അത് അടച്ചതാ, നീ കർത്താവെ അവൻ വിടുവിച്ചാൽ അത് വിടുതലാണ്. നീ അത്ഭുതം ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ. അവൻ മരിച്ച് ആ കർത്താവെ അടക്കി നാറ്റം വെച്ച് 4-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം ഇന്നും ശക്തനായ ദൈവം. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ അവിശ്വാസവും സംശയവും മാറട്ടെ. മക്കൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. കർത്താവ് ഉയർത്തുവരട്ടെ പ്രതീക്ഷകൾ. കർത്താവേ, ആമേൻ. കർത്താവെ, പൂവണിയട്ടെ. കർത്താവെ, നന്മകൾ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നഷ്ടമായതൊക്കെ മടങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.